my lovely kids. كيف الحال؟ زين. Okay. I welcome all of you to Vidyanagar Online Arabic class. Today we are going to tell a story. Do you like story? Yes, we have narrated many stories in our Arabic book. Today another story, very interesting. The name of story, Al-Ittihadu Quwwa. Al-Ittihadu Quwwa. See here the picture of the story. Who is the character in this story? Namla. What is Namla? Ant. Ants, they are doing all together to get success in their life. Okay. Al-Ittihadu Quwwa. Unity is strength. Al-Ittihadu Quwwa. Unity is strength. എന്ത് കാര്യവും ഒന്നിച്ച് ആലോചിച്ച് ഒരുമയോട് കൂടി ചെയ്താൽ നമുക്ക് വിജയം ഉണ്ടാവും. ഒരുമയോട് കൂടി ചെയ്താൽ നമുക്ക് വിജയം കിട്ടും. അൽ ഇത്തിഹാദു ഖുവ്വ. യൂണിറ്റി ഈസ് സ്ട്രെങ്ത്. കഥ പറയാം. ഒരിക്കൽ കുറച്ച് ഉറുമ്പുകൾക്ക് ഒരു പംകിൻ കിട്ടി. ചിത്രത്തിൽ കാണാം പംകിൻ. കണ്ട? യെസ്. ഈ പംകിൻ കിട്ടിയപ്പോൾ അവർ എല്ലാവരും കൂടെ അത് പൊക്കി ക്യാരി ചെയ്ത് ഒരു സേഫായ സ്ഥലത്ത് കൊണ്ടുവച്ചു. ഒരു ഉറുമ്പ് മാത്രമാണെങ്കിൽ ഇത്രയും വലിയ പംകിൻ കൊണ്ടുപോകാൻ പറ്റുമോ? ഇല്ല. രണ്ട് ഉറുമ്പാണെങ്കിലോ? ഇല്ല. കുറേ ഉറുമ്പുകള് കുറേ നംലത്ത് വന്നിട്ട് ചേർന്ന് നിന്നിട്ടാണ് അവർക്കിത് പൊക്കിക്കൊണ്ടുപോകാൻ പറ്റിയത്. അൽ ഇത്തിഹാദു ഖുവ്വ. ഒന്നിച്ച് ചെയ്താൽ എല്ലാം ശരിയാവും. ഓക്കെ. ഒത്തുപിടിച്ചാൽ മഴയും പോരും എന്നൊക്കെ മലയാളത്തിൽ പഴഞ്ചൊല്ലുണ്ട്. അതാണ് ഇവിടെ അൽ ഇത്തിഹാദു ഖുവ്വ. അങ്ങനെ ഉറുമ്പുകളെല്ലാം പംകിൻ എടുത്തുകൊണ്ട് പോയി ഒരു സേഫായ സ്ഥലത്ത് വെച്ചു. കട്ട് 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 നേരെ പകുതിയാക്കിയിട്ട് അത് കുറേ പീസുകളാക്കി. ഉറുമ്പ് ചെറുതല്ലേ, അവർക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ അവർ കട്ട് ചെയ്തു. കട്ട് ചെയ്ത് വയറൊക്കെ നിറഞ്ഞപ്പോൾ അവർക്ക് ആശ, നമുക്കൊന്ന് പുഴ കടന്ന് അപ്പുറം പോയാലോ അക്കരെ പോയാലോ? പോകാം, പക്ഷെ എങ്ങനെ പോകും? അവരിങ്ങനെ ചിന്തിച്ചു. ഒരുപാട് ആൾക്കാർ ചിന്തിച്ചു അൽ ഇത്തിഹാദു ഖുവ്വ. അപ്പൊ അവർ ചിന്തിച്ചപ്പോൾ കയ്യിൽ തോന്നി, ഈ പംകിൻ്റെ അകത്തുള്ളതൊക്കെ തിന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉൾഭാഗം എംറ്റി അല്ലേ, അത് തോണി പോലെ ആക്കി അത് യാത്ര ചെയ്യാമെന്ന് അവർ തീരുമാനിച്ചു. എന്നിട്ട് ഉറുമ്പുകളെല്ലാം പംകിൻ്റെ അകത്ത് കയറി അവര് കുറച്ച് ആളുകൾ എന്ത് ചെയ്തു? തുഴഞ്ഞു. പങ്കായം കൊണ്ട് തുഴഞ്ഞു തുഴഞ്ഞ് 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 അവരെല്ലാവരും സേഫായി പുഴയുടെ അപ്പുറം കരക്കെത്തി. കരക്കെത്തിയപ്പോൾ മഴ പെയ്തു. അവർ കൊളിച്ചിരിക്കാനോ കയറി നിൽക്കാനോ വീടൊന്നുമില്ല. അപ്പൊ അവര് വീണ്ടും ചിന്തിച്ചു അൽ ഇത്തിഹാദു ഖുവ്വ. യൂണിറ്റി ഈസ് സ്ട്രെങ്ത്. അവർ വീണ്ടും ചിന്തിച്ചപ്പോൾ അവർക്ക് ഒരു ഐഡിയ തോന്നി, നമുക്ക് എല്ലാവർക്കും കൂടെ ഈ പംകിൻ പൊക്കി മറച്ചിടാം, കമിഴ്ത്തി വെക്കാം. കമിഴ്ത്തി വെച്ച് അതൊരു വീട് പോലെയാക്കി അതിൻ്റെ അകത്ത് നമുക്ക് കയറി നിൽക്കാം, മഴ കൊള്ളില്ല. അവരുടെ സൂത്രം അടിപൊളിയായിരുന്നു. എല്ലാവരും കൂടെ പൊക്കി അത് മറച്ചിട്ട് വീട് പോലെയാക്കി. അങ്ങനെ അവര് മഴയിൽ നിന്ന് രക്ഷപ്പെട്ടു. കഥ ഇഷ്ടായോ? ഇതാണ് എന്ത് കാര്യവും ഒന്നിച്ച് നിന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ശത്രുക്കൾക്കും തോൽപ്പിക്കാൻ കഴിയില്ല, നമുക്ക് വിജയം നേടാൻ കഴിയും. അൽ ഇത്തിഹാദു ഖുവ്വ. Okay, this is our story. Students, we will not take a new letter today. Why? Because my kids, you have to prepare very well for our today's dictation. 4 letters. Sa,
سمك. س سيارة. ر رجل. ر رأس. and ما مرأة. ما mouse. and كلب. and كأس. So inshallah we will conduct this dictation in our live session. All my kids have to be prepared with your paper and pencil. Inshallah, let's see in the live session. I hope all of you enjoy the story Al-Ittihad Quwa. Bye. Assalamu alaikum.